ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു KS Mentor. ഈ അടുത്തിടയ്ക്ക് മേൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് കേരള PSC റിലീസ് ചെയ്യുകയുണ്ടായി. ഈ റിലീസ് ചെയ്ത ശേഷം പല വിദ്യാർത്ഥികളും പല ആശങ്കകൾ പങ്കുവച്ചിരുന്നു. അതിന് കാരണം മുൻപുണ്ടായിരുന്ന ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ സിലബസിനെ കമ്പയർ ചെയ്യുമ്പോൾ പുതുതായി വന്ന ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിന് കാതലായ മാറ്റം നമുക്ക് കാണാൻ കഴിയും. മുൻപുണ്ടായിരുന്ന പല സബ്ജക്റ്റുകൾ വിശദീകരിച്ച് അല്ലെങ്കിൽ ഡീപ്പായിട്ട് അതിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ ചില സബ്ജക്റ്റുകൾ അഡീഷണൽ ആയിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഗവേണൻസ്, അതുപോലെ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഡീറ്റെയിൽ ആയി തന്നെ കൊടുത്തിരിക്കുന്നു. സോ മുൻപുണ്ടായിരുന്ന ഡിഗ്രി ലെവൽ സിലബസിനെ അപേക്ഷിച്ച് ഒരു ചേഞ്ച് നമുക്ക് റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് നോക്കുമ്പോൾ മനസ്സിലാക്കുകയുണ്ടായി. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആശങ്ക. സോ ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത് എക്കണോമിക്സിൻ്റെ ഒരു ഓറിയൻറ്റേഷനാണ്. സോ എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ മുൻപ് ഡിഗ്രി ലെവൽ എക്സാമിൽ എങ്ങനെയായിരുന്നു എക്കണോമിക്സിൻ്റെ ഒരു റെലവൻസ്, അതുപോലെ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി എങ്ങനെ നമുക്ക് തയ്യാറെടുക്കാം, എക്കണോമിക്സിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, ഏതൊക്കെ മേഖലയായിരിക്കണം നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത്, ഇവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ മുൻ വർഷങ്ങളിൽ ഡിഗ്രി ലെവൽ മേഖലയിൽ ചോദിച്ച ചോദ്യങ്ങളും നമ്മൾ നോക്കുന്നതായിരിക്കും. ആദ്യമായിട്ട് എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒന്ന് നെറ്റി ഒളിക്കും. കാരണം ഈ സബ്ജക്റ്റ് കുറച്ച് ടഫാണെന്നാണ് പലരും അനലൈസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൗ ഡിഫിക്കൽട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സ് എത്ര പാടാണ്? ഇത് ചോദിക്കുമ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു ഉത്തരമാണ്, നിസ്സാരമാണ്. നമ്മുടെ കരിക്കിൽ പറയുന്ന പോലെ നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ടേ പറ്റൂ. എങ്ങനെ നമുക്ക് എക്കണോമിക്സ് പഠിക്കാം? ആദ്യം തന്നെ സബ്ജക്റ്റ് ഫിയർ ഒഴിവാക്കുക. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് കാണുമ്പോൾ ഇത് പാടാണ്, അതുകൊണ്ട് ഇത് പഠിക്കില്ല എന്നൊരു മുൻധാരണ ഒഴിവാക്കുക. മുൻവിധികളും മുൻധാരണയുമില്ലാതെ നമുക്ക് സബ്ജക്റ്റിനെ സമീപിക്കാം. അതുപോലെ എങ്ങനെ നമുക്ക് പഠനം തുടങ്ങാം? ഫസ്റ്റ് ഓഫ് ഓൾ, എക്കണോമിക്സിലെ ടേമുകൾ, എക്കണോമിക്സിലെ ആശയങ്ങൾ റിയൽ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുക. ടാക്സ് എന്ന് പഠിക്കുമ്പോൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ നൽകുന്ന നികുതികൾ അവയെപ്പറ്റി നോക്കുക. ഉദാഹരണം ചരക്ക് സേവന നികുതി, അതുപോലെ ആദായ നികുതി എന്നിവയെപ്പറ്റി നോക്കുക. സോ റിയൽ ലൈഫിലെ എക്സാമ്പിൾസുമായിട്ട് എക്കണോമിക്സിൻ്റെ പഠനം റിലേറ്റ് ചെയ്യുക. അതുപോലെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്ന ഇൻസിഡൻസ്, വാർത്തകൾ, ഇവയെല്ലാം നമ്മുടെ പഠനത്തിൽ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും നമ്മൾ എപ്പോഴും പറയുന്ന, KS Mentor എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലേൺ ഫ്രം ഇറ്റ് സ്ക്രാച്ച്. അതിൻ്റെ ബേസിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ പഠനം തുടങ്ങുക. സോ വെൻ ഹാവ് എ ബെറ്റർ ബേസ്, നമുക്കറിയാം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആദ്യമായി എന്താണ് ഉറപ്പുവരുത്തുന്നത്? അതിനൊരു ഫൗണ്ടേഷൻ, ഒരു മെച്ചമായ ഫൗണ്ടേഷൻ അതിനുണ്ടെന്ന് എന്ത് ചെയ്യുന്നു, ഉറപ്പുവരുത്തുന്നു. അതിനുശേഷമാണ് പിന്നീട് ആ വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. അതുപോലെ നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോഴും ആ സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു അടിത്തറ നമുക്ക് വേണം. സോ ട്രൈ ടു ലേൺ എ സബ്ജക്റ്റ് ഫ്രം ഇറ്റ് സ്ക്രാച്ച്. അതുകൊണ്ട് നമ്മുടെ എക്കണോമിക്സിൻ്റെ പഠനവും നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്ക്രാച്ചിൽ നിന്ന്, ഫ്രം ദ ബേസിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണ്, വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് എക്കണോമിക്സ് ഇൻ കേരള PSC എക്സാംസ് ഇൻ റീസെൻറ്റ് ടൈംസ്? സോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ റിലവൻസ് മനസ്സിലാക്കാനായിട്ട് രണ്ട് ടൈം പീരീഡ് എടുക്കുന്നു. ബിഫോർ 2020 ആൻഡ് പോസ്റ്റ് 2020. നമ്മളറിയാലോ, ഹിസ്റ്ററിയൊക്കെ പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഇവൻറ്റ്സ് പഠിക്കുമ്പോൾ ഒരു ടൈം പീരീഡ് പഠിക്കാറുണ്ട്. അതുപോലെ നമ്മൾ എക്കണോമിക്സ് അനലൈസ് ചെയ്യുമ്പോഴും വി ആർ കൺസിഡറിങ് എ ടൈം ലൈൻ. ബിഫോർ 2020 എന്തായിരുന്നു എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ റിലവൻസ് ഇൻ ഡിഗ്രി ലെവൽ എക്സാംസ്? സോ ദാറ്റ് വി ക്യാൻ സീ ബിഫോർ 2020 എക്കണോമിക്സ് സബ്ജക്റ്റിൽ നമ്മുടെ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം സിലബസിൽ ലിമിറ്റഡ് ആയിരുന്നു. ഡിഗ്രി ലെവൽ സിലബസ് നോക്കുമ്പോൾ ഇൻ ദാറ്റ് വി ക്യാൻ സീ പാർട്ട് 5. പാർട്ട് 5 ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഇന്ത്യയെ പറ്റിയുള്ള ഫാക്ട്സ്. അതിൽ വി ക്യാൻ സീ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, നാഷണൽ ഡെവലപ്മെൻറ്റ്, പോവർട്ടി അലിവേഷൻ, എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന ഒരു ചെറിയ ടോപ്പിക്ക് മാത്രമായിരുന്നു എക്കണോമിക്സ് എന്ന വിഷയത്തെ പറ്റി പ്രതിപാദിച്ചത് ഇൻ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. സോ നമുക്ക് മനസ്സിലാക്കാം,
ബിഫോർ 2020 ഡിഗ്രി ലെവൽ എക്സാം സിലബസ് എന്തായിരുന്നു? എക്കണോമിക്സിൻ്റെ റിലവൻസ് ലിമിറ്റഡ് ആയിരുന്നു, വളരെ കുറച്ച് ഏരിയ മാത്രമാണ്. കാരണം മൊത്തം 10 പാർട്ടാണ് സിലബസിലുണ്ടായിരുന്നത് ബിഫോർ 2020 ഡിഗ്രി ലെവൽ എക്സാം. സോ ഡിഗ്രി ലെവൽ സിലബസ് നോക്കുമ്പോൾ മൊത്തം 10 പാർട്ടുണ്ട്. ആ 10 പാർട്ടിൽ നിന്ന് ഏകദേശം 10 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി എ മിനിമം 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് പൊതുവെ ചോദിക്കുന്നത്. ഓൺ ആൻ ആവറേജ് 1 to 3 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് പൊതുവെ എക്കണോമിക്സ് എന്ന വിഷയം ആസ്പദമാക്കി ചോദിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു റിലവൻസ് 2020 നടന്ന ഒരു എക്സാം വന്നപ്പോൾ മാറുകയുണ്ടായി. അതാണ് കേരള PSC നടത്തിയ ഏറ്റവും ഉയർന്ന തസ്തികയിലേക്കുള്ള എക്സാമായ KAS എക്സാം, KASന്റെ പ്രിലിമിനറി എക്സാം. ആൻഡ് ഇൻ ദാറ്റ് 2 പേപ്പറാണ് KASനുണ്ടായിരുന്നത്. KASന്റെ പ്രിലിംസ് എക്സാമിന് ഉണ്ടായിരുന്നത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 2ൽ പാർട്ട് എയിൽ എക്കണോമി ആൻഡ് പ്ലാനിംഗ് എന്ന സബ്ജക്റ്റ് കൃത്യമായി നൽകിയിരുന്നു. അതിൽ പ്ലാനിംഗ്, നാഷണൽ ഇൻകം, അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ, അതുപോലെ പോവർട്ടി, എംപ്ലോയ്മെന്റ്, പോപ്പുലേഷൻ ട്രെൻഡ്സ്, ഇൻഡീസസ്, ബഡ്ജറ്റ്, ടാക്സ്, ബാങ്കിങ്, ഷെയർ മാർക്കറ്റ്, അതുപോലെ എക്സ്റ്റേണൽ സെക്ടർ, കേരള എക്കണോമി എന്നിങ്ങനെ ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള സിലബസ് ആയിരുന്നു കേരള PSC KASന്റെ സിലബസ് ഇട്ടപ്പോൾ ഉൾപ്പെടുത്തിയത്. സോ ഏകദേശം 9 ടോപ്പിക്സ്, 9 മെയിൻ ഹെഡ്സിൽ ടോപ്പിക്കുകൾ ഇലാബറേറ്റ് ചെയ്ത് കേരള PSC ഉൾപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കേരള PSCയുടെ KAS പ്രിലിംസ് എക്സാം നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 24 ചോദ്യങ്ങളാണ് എക്കണോമി ആൻഡ് പ്ലാനിംഗ് മേഖലയിൽ നിന്ന് ചോദിച്ചത്. സോ there were about 24 questions from economy and planning area. സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും KASന്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വാസ് വെരി മിനിമൽ. 80 താഴെയായിരുന്നു, 80 താഴെയായിരുന്നു സ്ട്രീം 1 കാറ്റഗറിയിലുള്ള കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ. സോ 24 ചോദ്യങ്ങൾ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ 24 ചോദ്യങ്ങൾ ഏകദേശം 1/4 അല്ലെങ്കിൽ മോർ ദാൻ 1/4 ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് വന്നിരുന്നു? ഈ പറഞ്ഞ എക്കണോമി ആൻഡ് പ്ലാനിംഗ് ഏരിയയിൽ നിന്ന് വന്നിരുന്നു. ഇതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കേരള PSCയുടെ ചോദ്യ രീതിയിലും അതുപോലെ സിലബസിലും കാതലായ മാറ്റം നമുക്ക് കാണുന്നുണ്ട്. എക്സാം പാറ്റേൺ ചേഞ്ച് ഉണ്ടായി. 10th ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും ഒരു 2 tier എക്സാം ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ KASന്റെ എക്സാമിന് പലരും കണ്ടത് സാധാരണ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് അല്ല ചോദിച്ചത്. അതിന് പകരം സ്റ്റേറ്റ്മെന്റ് വൈസ്, കൺസെപ്റ്റ് വൈസ്, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കേരള PSC കൂടുതൽ ഉൾപ്പെടുത്തിയത്. സോ ഒരു ചേഞ്ചിങ് ട്രെൻഡ് ഇൻ PSC എക്സാം നമുക്ക് കാണാൻ കഴിയും. 10th ലെവലിൻ്റെ ആയാലും +2 ലെവലിൻ്റെ ആയാലും സിലബസിൽ മാറ്റമുണ്ടായി. അതുപോലെ തന്നെ ഡിഗ്രി ലെവലിൻ്റെ സിലബസിലും മാറ്റമുണ്ടായി. അതുപോലെ when we are looking into the syllabus of degree level exam and 12th level exam, +2 തലത്തിലെയും ഡിഗ്രി ലെവലിൻ്റെയും സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ് +2ൻ്റെയും അതുപോലെ ഡിഗ്രി ലെവലിൻ്റെയും സിലബസ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം +2 ലെവലിൻ്റെ എക്സാമിനേക്കാൾ കുറച്ച് മുകളിലും അതുപോലെ KASനേക്കാൾ കുറച്ച് താഴെയുമായിരിക്കും ഡിഗ്രി ലെവലിൻ്റെ എക്സാമുകൾ വരുന്നത്. സോ ചോദ്യങ്ങൾ കൺസെപ്റ്റുകളും ഫാക്റ്റുകളും രണ്ടും ഉൾപ്പെടുത്തിയായിരിക്കും ഡിഗ്രി ലെവലിന് PSC ചോദിക്കാൻ പോകുന്നത്. അല്ലാതെ പണ്ടുണ്ടായിരുന്ന പോലെ ഫാക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം എന്നാരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. കാരണം മാറുന്ന പരീക്ഷ പാറ്റേണും മാറുന്ന പരീക്ഷ രീതികളും അതാണ് നമ്മളെ വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മുൻ വർഷങ്ങളിൽ കേരള PSC നടത്തിയ വിവിധങ്ങളായ എക്സാമുകളിൽ എക്കണോമിക്സ് ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ നോക്കാം. ആദ്യമായിട്ട് വി ക്യാൻ സി ഒരു ചോദ്യമാണ്, ഒരു സ്കീം റിലേറ്റ് ചെയ്ത ചോദ്യമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ലോഞ്ച്ഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽപ്പിംഗ് ദ പുവർ ഇൻ റൂറൽ ഏരിയാസ് ടു ബിക്കം സെൽഫ് എംപ്ലോയിഡ്. ഇത് ട്രിസം എന്നൊരു സ്കീമിനെ പറ്റി ആസ്പദമാക്കിയ ചോദ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റെഗുലേറ്റർ ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഇൻ ഇന്ത്യ. ഉത്തരം സെബി ആണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിനെ ആസ്പദമാക്കിയ ചോദ്യമാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, നീതി ആയോഗ് ദ ന്യൂ നെയിം ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ഇൻ ദ ഇയർ. എന്നാണ് നീതി ആയോഗ് രൂപീകരിച്ചത്? 2015. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടർ ഓഫ് ഭാരതീയ മഹിളാ ബാങ്ക് ന്യൂഡൽഹിയാണ്. സോ
ഇതുപോലുള്ള ചോദ്യങ്ങൾ ബാങ്കിങ് ഏരിയ, പ്ലാനിങ് ഏരിയ, അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, അതുപോലെ സ്കീംസിലായിട്ട് ചോദ്യങ്ങൾ നമുക്ക് മുൻപ് ഡിഗ്രി ലെവൽ എക്സാമിന് കാണാൻ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ 2015 വരെയുള്ള ഡിഗ്രി ലെവലിൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ വി ക്യാൻ സി ബിഫോർ 2015 സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ സ്കീംസും പ്രോഗ്രാംസും ഒരു ടോപ്പിക്കായിട്ട് ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പോസ്റ്റ് 2015 2015 ശേഷം ഈ പറഞ്ഞ സ്കീംസ് മാറ്റി സിലബസിൽ മലയാളം ഇൻക്ലൂഡ് ചെയ്തു. സോ ബിഫോർ 2015 ധാരാളം സ്കീമുകളെ പറ്റിയ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും, സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. എന്നാൽ ആഫ്റ്റർ 2015 സിലബസ് മാറിയിട്ട് അവിടെ എന്ത് വന്നു? മലയാളം ഉൾപ്പെടുത്തി. സോ സിലബസിൽ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. 2020 ആയപ്പോൾ 2021 ആയപ്പോൾ എന്താ പറ്റിയത്? ഈ പറഞ്ഞ എക്കണോമിക്സ് എന്ന ഏരിയ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുകയാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിന് മാത്രമല്ല, നോക്കുകയാണെങ്കിൽ മറ്റ് പല എക്സാമുകൾക്കും ഈ പറഞ്ഞ എക്കണോമിക്സിൻ്റെ പഠനം നമ്മളെ സഹായിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞിരുന്നു KS എക്സാമിന് ഒരു 24 ക്വസ്റ്റ്യൻസോളം എക്കണോമി ആൻഡ് പ്ലാനിൽ നിന്ന് ചോദിച്ചിരുന്നു. അതുപോലെ UPSC എക്സാം, സോ UPSC നടത്തുന്ന സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന് നല്ലൊരു ചങ്ക് ഓഫ് ക്വസ്റ്റ്യൻസ് എക്കണോമിക്സ് ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ SSC, CGL, SSC, CHSL മുതലായ എക്സാമുകൾക്കും നമുക്ക് ചില ചോദ്യങ്ങൾ എക്കണോമിക്സ് ഏരിയയിൽ നിന്ന് കാണാൻ കഴിയും. സോ വിവിധങ്ങളായ എക്സാമുകൾക്ക് എക്കണോമിക്സ് എന്ന വിഷയം പലപ്പോഴും ചോദ്യം നൽകാറുണ്ട്. സോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് കേരള PSC നടത്തുന്ന ഡിഗ്രി ലെവലും 10th ലെവലും +2 ലെവലിലും നമുക്ക് കാണാം. സോ 10th ലെവലിലെ ചില ചോദ്യങ്ങളാണ് 2019 നടന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമുകൾക്ക് ചോദിച്ച ചില ചോദ്യങ്ങളാണ്. യു ക്യാൻ സി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം ഏതാണ്? നീതി ആയോഗാണ്. സോ പ്ലാനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ചോദ്യം കാണാം. അതുപോലെ വി ക്യാൻ സി ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത്? നബാർഡിനെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണ്. അതുപോലെ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉണ്ടോ? സെക്ടേഴ്സ്, ബാങ്കിങ്, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ 10th ലെവലിലും +2 ലെവലിലും ഡിഗ്രി ലെവലിലും നമുക്ക് കാണാം. ചോദ്യങ്ങൾ എണ്ണം പരിമിതമായിരിക്കാം, പക്ഷേ ചോദ്യങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ഏരിയയിൽ നിന്നാണ് ചോദിച്ചത്. അതുപോലെ GST നിലവിൽ വന്നത് എപ്പോൾ? ഉണ്ടോ? ടാക്സ് സിസ്റ്റമാണ്, ഇന്ത്യയുടെ നികുതി സമ്പ്രദായം, അതിനെ ആസ്പദമാക്കിയുള്ള ചോദ്യമാണിത്. സോ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ പറഞ്ഞ കേരള PSCയുടെ വിവിധങ്ങളായ എക്സാമുകളിൽ കാണാൻ കഴിയുമായിരുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് 2021 കേരള PSC റിലീസ് ചെയ്ത പുതിയ സിലബസിനെ പറ്റിയാണ്. സോ വി ക്യാൻ സി ദ കറന്റ് സിലബസ്. ഡിഗ്രി ലെവലിൻ്റെ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിൽ എക്കണോമിക്സിലെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മെയിൻ ടോപ്പിക്സ് പറയാം, അത് കഴിഞ്ഞ് ഇതിൻ്റെ സബ് ടോപ്പിക്സും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റൽ ഇൻകം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ്, 5-year plans, നീതി ആയോഗ്, ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, RBI and functions, public revenue, tax and non-tax revenue, public expenditure, budget, fiscal policy, consumer protection and rights. സോ നേരത്തെ തന്നെ അപേക്ഷിച്ച് എക്കണോമിക്സ് സിലബസ് കുറച്ചുകൂടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്ത് കേരള PSC നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ ചില ടോപ്പിക്കുകൾ മറ്റ് ചില സബ്ജക്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ കാണുന്നുണ്ട്. ഉദാഹരണം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്. ഈ ഒരു ടോപ്പിക്ക് പൊളിറ്റിക്കകത്ത് അല്ലെങ്കിൽ സിവിക്സ് എന്ന ഏരിയയിൽ നമുക്ക് കാണാം ആസ് ആക്ട് റിലേറ്റഡ് ടു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. സോ മറ്റ് സബ്ജക്റ്റുമായിട്ടൊരു കൊളാബറേഷൻ നമുക്ക് എക്കണോമിക്സ് സിലബസിൽ ചില ടോപ്പിക്സിൽ കാണാൻ കഴിയും. അതുപോലെ മറ്റ് സബ്ജക്റ്റുള്ള ചില ടോപ്പിക്സ്, ഉദാഹരണം സിവിക്സ്. സോ നിങ്ങൾ കണ്ടു കാണും, സിവിക്സ് എന്ന സിലബസിൽ ഒരു ഏരിയ ഉണ്ട്, ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, നാഷണൽ എംപ്ലോയ്മെൻറ്റ് പോളിസി.
അതുപോലെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇതൊക്കെ എന്താണ്? ഇത് മെയിൻലി റിലേറ്റ് ചെയ്യുന്നത് എക്കണോമിക്സുമായിട്ടാണ്. അതുപോലെ തന്നെ റൂൾസ് റിഗാർഡിംഗ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. സോ ഇത് തന്നെയാണ് നമ്മളിവിടെ കണ്ടത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ്. സോ ചില സബ്ജക്ട്സ് നമ്മൾ ഒരു ഇന്റർറിലേഷൻ, ഒരു ലിങ്ക് നമുക്ക് കാണാൻ കഴിയും. സോ വെൻ യു ആർ ഡിസ്കസിങ് ഓർ വെൻ യു ആർ ഡീലിംഗ് ദ സബ്ജക്ട്, ഈ ലേബറും എംപ്ലോയ്മെന്റ്, അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, ഇവയെല്ലാം എക്കണോമിക്സിലായിരിക്കും ഡീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇവ കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കുന്നത് എക്കണോമിക്സുമായിട്ടാണ്. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഈ പറഞ്ഞ ടോപ്പിക്കുകളുടെ സബ് ടോപ്പിക്സ് ആണ്. ഹൗ വി ക്യാൻ ഡിവൈഡ് ദ എൻറ്റയർ സിലബസ് ഓഫ് എക്കണോമിക്സ് ഇൻ ടു വേരിയസ് സബ് ടോപ്പിക്സ് എന്നാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡീൽ ചെയ്തത് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ആമുഖം. ആ ആമുഖത്തിൽ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ, അതുപോലെ സിലബസിൽ പറഞ്ഞ പോലെ എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ വരുന്നത്, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക്സ് എന്നിവ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കറണ്ട് ഇവൻറ്റ്സ്, നമുക്കറിയാം എല്ലാ സബ്ജക്റ്റിന് താഴെയും കറണ്ട് ഇവൻറ്റ്സ് ഓർ കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക്ക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ കറന്റ് നടക്കുന്ന ഇവൻറ്റ്സുമായിട്ട് ആ ടോപ്പിക്ക് റിലേറ്റ് ചെയ്യുക. സോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതുപോലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ്, ഇവയെല്ലാം കറണ്ട് നടക്കുന്ന ഇവൻറ്റ്സ്, റീസെൻ്റ് നടക്കുന്ന ഇവൻറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്യുക. സോ എത്രയാണ് ഓരോ മേഖലയ്ക്കുമുള്ള ഷെയർസ്, ഏത് മേഖലയാണ് ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത്, ഇവയെല്ലാം കൃത്യമായി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നാഷണൽ ഇൻകം, ആ ടോപ്പിക് നോക്കുമ്പോൾ വി ക്യാൻ സി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു സബ് ടോപ്പിക്കാണ്, നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ വരുന്ന 4 കോമൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ്, അതാണ് അവിടെ വരുന്നത്. അതുപോലെ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഹിസ്റ്ററി, ഇന്ത്യയിൽ ആദ്യമായിട്ട് നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്ത വ്യക്തി ആരാണ്, അതുപോലെ ആരൊക്കെയാണ് ഇന്ത്യയിൽ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേറ്റഡ് വിത്ത് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം, അതുപോലെ GDP, GNP, നാഷണൽ ഇൻകം, പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം, ചില ടേംസുകൾ, നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട ചില ടേമുകൾ, അതുപോലെ കറണ്ട് ഇവൻറ്റ്സ്, നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വാർത്തയിൽ വരുന്ന ചില വാർത്തകൾ. ഉദാഹരണം, ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഒരു റിസഷൻ വന്നെന്ന്, അല്ലേ? എന്താണ് ഒരു റിസഷൻ, എങ്ങനെ റിസഷൻ ഉണ്ടായി എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പ്ലാനിങ്, എക്കണോമിക് പ്ലാനിങ് എന്ന ടോപ്പിക് വരുമ്പോൾ വി ക്യാൻ സി ഹിസ്റ്ററി ഓഫ് പ്ലാനിങ്, ഇന്ത്യയിലെ ആസൂത്രണത്തിൻ്റെ ഒരു ചരിത്രം, ഇന്ത്യയിലെ പ്ലാനിങ്ങിൻ്റെ ഒരു ഹിസ്റ്ററി, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേറ്റഡ് വിത്ത് പ്ലാനിങ്, ലൈക്ക് പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, നീതി ആയോഗ്, അതുപോലെ ഇന്ത്യ നടപ്പിലാക്കിയ 12 പ്ലാനുകൾ ഏതൊക്കെയാണ്, അവയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും അവയുടെ പ്രധാനപ്പെട്ട കോട്ടങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുപോലെ വി ക്യാൻ സി ദ ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇന്ത്യയുടെ ധനകാര്യ വിപണിയെ പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലെ മണി ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ്, പണവിപണിയും അതുപോലെ മൂലധന വിപണിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യണം. അതുപോലെ ബാങ്കിങ് സിസ്റ്റം, നമ്മുടെ ബാങ്കിങ് സമ്പ്രദായം, ബാങ്കിങ്ങിൻ്റെ ചരിത്രം, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ലൈക്ക് പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, വിദേശ ബാങ്കുകൾ, അതുപോലെ പേയ്മെൻറ്റ് ബാങ്കുകൾ, അതുപോലെ ഗ്രാമീണ ബാങ്കുകൾ, ഇവയെ പറ്റിയെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വി ക്യാൻ സി ഷെയർ മാർക്കറ്റ് അഥവാ മൂലധന വിപണി, അവർ വരുന്ന പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ ഇൻഷുറൻസ് മേഖല, ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖല, ലൈഫ് ഇൻഷുറൻസ് സെക്ടർ, അതുപോലെ ജനറൽ ഇൻഷുറൻസ് സെക്ടർ, അവ ഡിസ്കസ് ചെയ്യണം. അതുപോലെ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് NHB, നാഷണൽ ഹൗസിംഗ് ബോർഡ് മുതലായ ബോഡിയെ പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലെ RBI ആൻഡ് ഫങ്ഷൻസ്, ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പല എക്സാമുകൾക്കും, ഇപ്പോൾ KS ഉൾപ്പെടെയുള്ള എക്സാമുകൾക്ക് RBI നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, RBI ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അതുപോലെ ഇന്ത്യൻ കറൻസിയിൽ RBIയുടെ റോള്, അതുപോലെ ഇന്ത്യൻ കറൻസിയെ പറ്റിയുള്ള ചില ഫാക്റ്റുകൾ, അതുപോലെ RBIയുടെ പണനയങ്ങൾ, ഇവയെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വെൻ യു ആർ ഡിസ്കസിങ് അബൌട്ട് ടാക്സ് സിസ്റ്റം, ഇന്ത്യയിലെ നികുതി സമ്പ്രദായം, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാക്സസ് ഇൻ ഇന്ത്യ,
അതുപോലെ ചരക്ക് സേവന നികുതി, ഇവയെ പറ്റിയല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണം. കാരണം പറയട്ടെ, നമ്മൾ പണ്ട് പഠിക്കുന്ന പോലെ ഫാക്ച്വൽ ലേണിംഗ് കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും ഈ വട്ടത്തെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാൻ കഴിയില്ല. സോ നമ്മളെല്ലാവരും കൺസെപ്റ്റ് വൈസ് ആയിട്ട് അനലിറ്റിക്കലായിട്ട് കുറച്ചുകൂടെ ടോപ്പിക്കൽ അനലൈസിസ് ശ്രമിക്കുക. സോ വെറുതെ കാണാപ്പാടം പഠിക്കുന്നതിന് പകരം അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമും കൃത്യമായി ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ ബഡ്ജറ്റ് പഠിക്കുമ്പോൾ അതിൽ ഫിസ്ക്കൽ പോളിസി, ഗവൺമെന്റിന്റെ ധനകാര്യ നയങ്ങൾ അതിപ്പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലെ പബ്ലിക് റവന്യൂ, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ ചെലവുകൾ എന്തൊക്കെയാണ്, അതുപോലെ ബഡ്ജറ്റ് ഫാക്ട്സ്, അതായത് ഇന്ത്യയിലെ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി ആരാണ്, അതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റ് പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്. ഇങ്ങനെ ചില ഫാക്ട്സ് നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊപ്പം തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ലാസ്റ്റ് ടോപ്പിക്കായ ലേബർ എംപ്ലോയ്മെന്റ്. സോ ഞാൻ പറഞ്ഞു, ഈ ഒരു ടോപ്പിക്ക് എക്കണോമിക്സിൽ പറയുന്നതല്ല, നേരെ മറിച്ച് സിവിക്സ് എന്ന ഏരിയയിൽ പറയുന്നതാണ്. പക്ഷേ എക്കണോമിക്സുമായിട്ടാണ് ഇതിന് കൂടുതൽ റിലേഷൻ ഉള്ളത്. സോ അതിൽ വരുമ്പോൾ വി ക്യാൻ സി ലേബർ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത വേരിയസ് എംപ്ലോയ്മെന്റ് പോളിസീസ് ലൈക്ക് MG നരേഗ, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, ആ ആക്ടിനെ പറ്റി പഠിക്കണം. എത്ര നാളുകൾക്കാണ് ഈ പറഞ്ഞ MG നരേഗ ആക്ട് തൊഴിൽ പ്രോമിസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ആക്ട് നിലവിൽ വന്നത് എപ്പോൾ എന്നീ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ കേരളത്തിൽ അഡോപ്റ്റ് ചെയ്ത അയ്യങ്കാളി സ്കീം, അർബൻ എംപ്ലോയ്മെന്റിന് വേണ്ടി കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത അയ്യങ്കാളി സ്കീം, അവയെ പറ്റി നോക്കണം. അങ്ങനെ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ് സ്കീംസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലെ എംപ്ലോയ്മെന്റ് ബന്ധപ്പെട്ട ചില ബോഡീസ് ഉണ്ട്, അവയെ പറ്റി ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ വരുന്നതാണ് സോഷ്യോ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. ഇതിൽ വരുന്നത് സെൻസസ് ആണ്, ഇന്ത്യ നടപ്പിലാക്കിയ സെൻസസ്. സോ സെൻസസ് നമുക്കറിയാം അടുത്ത് വരാൻ പോവുകയാണ്. സോ സെൻസസ് എന്ന ഏരിയയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ ചില ഫാക്റ്റുകൾ ഇന്ത്യയിലെ പോപ്പുലേഷനെ പറ്റിയും അതുപോലെ കേരളത്തിലെ പോപ്പുലേഷനെ പറ്റിയും ചില ഫാക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഒരു സബ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്, ആ ടോപ്പിക്സിനെ നമുക്ക് ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം സുഖമായിട്ട് എഴുതിക്കാറാവുന്നതാണ്. അടുത്ത നമുക്ക് സബ്ജക്ട് ഇൻട്രൊഡക്ഷൻ ആണ്. വാട്ട് ഈസ് എക്കണോമിക്സ്? എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എക്കണോമിക്സ് സബ്ജക്റ്റ്, അതിൻ്റെ റിലവൻസ് ഇൻ PSC എക്സാംസ്, അതുപോലെ അനാലിസിസ് ഓഫ് കറണ്ട് ഡിഗ്രി ലെവൽ സിലബസ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് എക്കണോമിക്സ് ഓർ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ, സാമ്പത്തിക ശാസ്ത്രം എന്ന് കേൾക്കുമ്പോൾ എന്തായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വരുന്നത്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞ പല ഏരിയാസ് നിങ്ങളുടെ മനസ്സിൽ വരാം. നികുതി ആവാം, ബാങ്കിങ് ആവാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവാം, അല്ലെങ്കിൽ പണവിപണിയോ ധനകാര്യ വിപണിയോ, അല്ലെങ്കിൽ ചരക്ക് സേവന നികുതിയോ, ഡിഫറെൻ്റ് ആശയങ്ങൾ, അല്ലെങ്കിൽ മണി, കറൻസി, അങ്ങനെ ഡിഫറെൻ്റ് ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരാം. എക്കണോമിക്സിനെ മലയാളീകരിച്ചാൽ അല്ലെങ്കിൽ മലയാളത്തിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ വി ക്യാൻ സി എക്കണോമിക്സ് ഈസ് സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താ? ഒരു പഠനമാണ്, സയൻസ് ആണ്. സോ എക്കണോമിക്സ് ഈസ് ഓൾവേസ് എ സ്റ്റഡി. സോ എക്കണോമിക്സിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു സ്റ്റോറിയാണ്, നമ്മുടെ ബൈബിളിൽ പറയുന്ന ഒരു കഥയാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ കൂട്ടുന്ന യേശു ക്രിസ്തുവിൻ്റെ കഥ. ഇവിടെ നോക്കുമ്പോൾ വി ക്യാൻ സി ദ നമ്പർ ഓഫ് പേഴ്സൺസ് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ദ പോപ്പുലേഷൻ ഹിയർ ഈസ് അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ഹൈ പോപ്പുലേഷൻ ആണ് മിനിമം റിസോഴ്സിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. 5 അപ്പം നേടാനായിട്ട് അല്ലെങ്കിൽ 5 അപ്പം ഡിമാൻഡ് ചെയ്തത് ഒരു 5000 ആളുകളാണ്. സോ ലിമിറ്റഡ് റിസോഴ്സ്, ബട്ട് ദീസ് ലിമിറ്റഡ് റിസോഴ്സ് ആർ ഡിമാൻഡഡ് ബൈ എ ഇനോമസ് പോപ്പുലേഷൻ. ദർ കംസ് ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. ലിമിറ്റഡ് റിസോഴ്സ് എങ്ങനെ അൺലിമിറ്റഡ് വാണ്ട്സ് ഓഫ് ദ പോപ്പുലേഷന് വേണ്ടി എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഹൗ വി ക്യാൻ അലോക്കേറ്റ് ലിമിറ്റഡ് റിസോഴ്സ് to satisfy the demands of or unlimited demands of a high population. That is economics. So economics is the study of allocation of limited resource to
ദ അൺലിമിറ്റഡ് ഡിമാൻഡ്സ് ഓഫ് എ ഹൈ പോപ്പുലേഷൻ. ഒരു ലിമിറ്റഡ് റിസോഴ്സിനെ എങ്ങനെ നമുക്ക് ഹൈ പോപ്പുലേഷനെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇവിടെ കാണുന്ന പോലെ 5 അപ്പം കൊണ്ട് 5000 പേരെയാണ് യേശുക്രിസ്തു ഊട്ടുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്. സോ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ ടു അലോക്കേറ്റ് സ്കേഴ്സ് റിസോഴ്സസ് ടു സാറ്റിസ്ഫൈ ദ അൺലിമിറ്റഡ് ഡിമാൻഡ് ഓഫ് എ ഹൈ പോപ്പുലേഷൻ. സോ വി ക്യാൻ സീ എ പിക്ചർ. ഇത് നോക്കൂ, നമുക്കറിയാം നമ്മുടെ ലോകത്തിൽ 700 കോടിയിലധികം ജനങ്ങളുണ്ട്, പോപ്പുലേഷൻ ഉണ്ട്. സോ ഈ 700 കോടി ജനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമിയിലെ വിഭവങ്ങൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് അൺലിമിറ്റഡ് പോപ്പുലേഷൻ ഈസ് ഡിമാൻഡിങ് ദ സ്കേഴ്സ് റിസോഴ്സസ് ഇൻ ദ എർത്ത്. നമ്മുടെ ഭൂമിയിലെ വിഭവങ്ങൾ പരിമിതമാണ്. എല്ലാവരുടെയും ഡിമാൻഡ്, എല്ലാവരുടെയും ആവശ്യം നിറവേറ്റാനായിട്ടുള്ള റിസോഴ്സുകൾ ഭൂമിയിൽ പരിമിതമാണ്. സോ ഈ പറഞ്ഞ റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ പോപ്പുലേഷൻ, നമ്മുടെ ഹൈ പോപ്പുലേഷൻ, ദേ ആർ ഡിമാൻഡിങ്. സോ ദാറ്റ് ഈസ് ദ പിക്ചർ. സോ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ് ബട്ട് human wants are unlimited in the case of economics. And next we are going to discuss about resource. എന്താണ് ഒരു വിഭവം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു റിസോഴ്സുകൾ പരിമിതമാണ്, അല്ലെങ്കിൽ വിഭവം പരിമിതമാണ്. റിസോഴ്സ് മീൻസ് സംതിങ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ എ നീഡ്. ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി, ഒരു വസ്തുവിനുണ്ടെങ്കിൽ ആ വസ്തു എന്തായി? ഒരു റിസോഴ്സായി. സോ യൂട്ടിലിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് makes it a resource. So anything that can satisfy a need can be called as a resource. ഒരു ആവശ്യം നിറവേറ്റാൻ കഴിയുന്ന ഏതൊരു വസ്തുവും ഒരു വിഭവമാണ്. നമ്മൾ പറയുന്ന മനുഷ്യനിർമ്മിത റിസോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രകൃതിദത്ത വിഭവങ്ങളുമുണ്ട്. സോ റിസോഴ്സ് ക്യാൻ ബി നാച്ചുറൽ ഓർ മാൻമെയ്ഡ്. മനുഷ്യനിർമ്മിതമുണ്ട്, അതുപോലെ മാൻമെയ്ഡ് പ്രകൃതിദത്തമുണ്ട്. സോ നാച്ചുറൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പറയുന്ന? വാട്ടർ, എയർ, ഇതെല്ലാം എന്താണ്? പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന റിസോഴ്സുകളാണ്. മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട റിസോഴ്സുകൾ. ഇപ്പോൾ ഇലക്ട്രിസിറ്റി പറയാം, അതുപോലെ മാനുഫാക്ചർഡ് ഗുഡ്സ്, ഇവയെല്ലാം എന്താണ്? മനുഷ്യനാൽ നിർമ്മിച്ച റിസോഴ്സുകളാണ്. സോ ദർ ആർ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ഓഫ് റിസോഴ്സസ് ലൈക്ക് വാട്ടർ, ഇലക്ട്രിസിറ്റി, ക്ലോത്ത്, ഫിഷറീസ്, ഫുഡ് ഗ്രെയിൻസ്. അങ്ങനെ ന്യൂമറസ് എക്സാമ്പിൾസ് നമുക്ക് വിഭവങ്ങൾക്ക് വേണ്ടി പറയാൻ കഴിയും. സോ റിസോഴ്സ് മീൻസ് സംതിങ് ദാറ്റ് ക്യാൻ സാറ്റിസ്ഫൈ എ നീഡ് ഓർ യൂട്ടിലിറ്റി ഓഫ് എൻ ഒബ്ജെക്ട്. ഒരു വസ്തുവിൻ്റെ ഉപയോഗയോഗ്യത ഒരു വസ്തുവിനെ വിഭവമാക്കി മാറ്റുന്നു, റിസോഴ്സ് ആക്കി മാറ്റുന്നു. സോ ഇതാണ് റിസോഴ്സിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ എക്കണോമി ആൻഡ് എക്കണോമിക്സ്. നമ്മൾ വാർത്തയിൽ കേൾക്കുന്നത് ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ കേരള എക്കണോമി എന്നാണ്. ഒരിക്കലും കേരള എക്കണോമിക്സ്, ഇന്ത്യൻ എക്കണോമിക്സ് എന്ന് കേൾക്കാറില്ല. എന്താണ് ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റഡി, ഒരു പഠനമാണ് എക്കണോമിക്സ്. ധാരാളം തിയറീസും ധാരാളം പ്രിൻസിപ്പിൾസും ധാരാളം ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ ഉള്ള ഒരു പഠനമാണെന്ത്? എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ എക്കണോമി എന്ന് പറഞ്ഞാൽ വെൻ വി ആർ അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ്, ഈ പറഞ്ഞ തിയറീസ് ഒരു ജോഗ്രഫിക്കൽ ഏരിയയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായി? അത് എക്കണോമി ആയി. സോ ഇഫ് യു ആർ അപ്ലൈയിങ് ദ തിയറീസ്, പ്രിൻസിപ്പിൾസ് ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ, ഓർ എവിടെയാണ് ഈ പറഞ്ഞ വിഭവങ്ങൾ അലോക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അതാണെന്ത്? എക്കണോമി. അതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കേരള എക്കണോമി, ഇന്ത്യൻ എക്കണോമി. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമി. ഈ ഒരു കാര്യവും അറിഞ്ഞിരിക്കുക. നമ്മൾ ഇന്നത്തെ ഓറിയൻറ്റേഷൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? നമ്മൾ എക്കണോമിക്സ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഡിഫിക്കൽട്ടി ഫീലിംഗ് ഉണ്ടാവും. കാരണം എക്കണോമിക്സ് പാടാണ്, അവരെ കൊണ്ട് കഴിയില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ എക്കണോമിക്സിൻ്റെ സിലബസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് ഏരിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടേണ്ടത്, നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് കൃത്യമായി ധാരണ നിങ്ങൾക്ക് നൽകിയത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ ബേസിക് ഡെഫിനിഷൻ, ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് എക്കണോമിക്സ് ഉദ്ദേശിക്കുന്നത്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ് എന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് എക്സാം ആയിക്കോട്ടെ, എക്കണോമിക്സ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ വി നീഡ് ടു സ്റ്റഡി ദ സബ്ജക്റ്റ് ഫ്രം ദ സ്ക്രാച്ച് ആൻഡ് വി നീഡ് ടു റിലേറ്റ് ദ സബ്ജക്റ്റ് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. നമ്മുടെ ജീവിതത്തിൽ കാണുന്ന എക്സാമ്പിൾസോട് എന്ത് ചെയ്യുക, അതിനെ റിലേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ പഠനം കുറച്ചുകൂടി രസകരമായി നമുക്ക് പഠിക്കാൻ കഴിയും. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ക്ലാസ് ലഭിക്കാനായി നിങ്ങൾക്ക് KS Mentorൽ ജോയിൻ ചെയ്യാം. KS Mentorൻ്റെ
ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ എക്സ്ക്ലൂസീവായ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കേരള PSC ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ്റെ പുതിയ സിലബസ് എല്ലാവരും കണ്ടു കാണും. കഴിഞ്ഞ കാലഘട്ടത്തിലുള്ളതിനേക്കാൾ ഇരട്ടിയിലധികം കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ച് ഈ പരീക്ഷയിൽ വിജയിക്കാമെന്നുള്ള സംശയം എല്ലാ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ കാലഘട്ടങ്ങളിലേതുപോലെയുള്ള പഠനം കൊണ്ട് ഈ ഒരു പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് പ്രയാസമേറിയ ഒരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പോലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, കൃത്യമായി അവരുടെ പഠനത്തെ സ്ട്രക്ചർ ചെയ്യാൻ കഴിയാത്തതും അതിനനുസരിച്ച് പ്രാക്ടീസ് ടെസ്റ്റുകൾ ലഭിക്കാത്തതും. രണ്ടാമത്തേത്, അവരവരുടെ വീക്ക് ഏരിയാസും സ്ട്രോങ് ഏരിയാസും തിരിച്ചറിയാതെ എവിടെ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് KAS മെന്റർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. കൃത്യമായി സിലബസിലുള്ള കാര്യങ്ങൾ മുഴുവൻ കൺസെപ്ച്വലിയും ഫാക്ച്വലിയും നിങ്ങളെ സ്ട്രക്ചേർഡായി കൃത്യമായി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പരീക്ഷ പാസ്സാവുന്നതിന് വേണ്ടി കൃത്യമായ പ്രാക്ടീസ് ലഭിക്കാൻ ഡെയിലി, വീക്ക്ലി, മന്ത്ലി, അതുപോലെ പ്രീവിയസ് ഇയർ ടെസ്റ്റുകൾ, കറണ്ട് അഫയേഴ്സ് ടെസ്റ്റുകൾ എന്നിങ്ങനെ ഒരുപാട് ടെസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ടെസ്റ്റുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്ത റിപ്പോർട്ട് കാർഡുകളിലൂടെ ഓരോ വിദ്യാർത്ഥിയുടെയും സ്ട്രോങ് ഏരിയ, വീക്ക് ഏരിയ എന്നിവ മനസ്സിലാക്കി നിങ്ങൾ എവിടെയാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന കൃത്യമായ ഗൈഡൻസും അഡാപ്റ്റീവ് ലേണിംഗിനുള്ള സാഹചര്യങ്ങളും KAS മെന്റർ ഒരുക്കി തരുന്നു. ഇനി ഒരു കോഴ്സ് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാതെ സ്വന്തമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ കോഴ്സ് സ്ട്രക്ചർ കൃത്യമായി ഫോളോ ചെയ്താൽ മെയ് 22 നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് മുൻപ് കൃത്യമായി സിലബസ് പൂർത്തിയാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. KAS മെന്ററിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങളുടെ സേവനങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തി ഈ സ്ട്രക്ചറിലൂടെ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ പ്രിലിമിനറി ടെസ്റ്റിൽ 100% ഉറപ്പുള്ള വിജയം നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. സോ വെൻ KAS മെന്റർ ഈസ് വിത്ത് യു, സക്സസ് വിൽ ബി ഓൾവേസ് യുവേഴ്സ്.